ഹായ് ഫ്രണ്ട്സ്, ഏകദേശം 6 മാസം മുമ്പ് കിട്ടിയ മാങ്ങ കഷ്ണങ്ങളാക്കി ഫ്രീസറിൽ സൂക്ഷിച്ചതാണിത്. ഇപ്പോൾ ഇത് കല്ല് പോലെയായിട്ടുണ്ട്. ഇത് നമുക്ക് അല്പസമയം വെള്ളത്തിലിട്ടാൽ പച്ച മാങ്ങ പോലെ തന്നെ സ്വാദിഷ്ടമായ മീൻകറി, ചമ്മന്തി എന്നിവ ഉണ്ടാക്കാൻ പച്ച മാങ്ങ തിന്നുന്ന പോലെ തിന്നാനും ഉപകരിക്കും. അതുപോലെ തന്നെ ദിവസങ്ങൾക്ക് മുമ്പ് ഫ്രീസറിൽ വെച്ച ചോറാണിത്. ഈ ചോറ് നമുക്ക് അല്പസമയം വെള്ളത്തിലിട്ട് അതിൻ്റെ ഐസ് കളഞ്ഞതിന് ശേഷം പൊടിച്ചെടുത്ത് പുട്ട് വേണമെങ്കിൽ വീണ്ടും ഒന്ന് തിളപ്പിച്ച് ചോറ് തന്നെ ആക്കുകയും വിവിധ പലഹാരങ്ങൾ ഉണ്ടാക്കാനും ഇത് നല്ല ഒരു സാധനമാണ്. ഇങ്ങനെ ചോറ് ആഘോഷങ്ങളും മറ്റും ഉണ്ടാകുമ്പോൾ അവിടെ ധാരാളമായി ബാലൻസ് വരികയും അത് വേസ്റ്റിലേക്ക് ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ട്. അത് തടയാനും നമുക്ക് ഒരു നല്ല ഉപായമാണിത്. ഇതുപോലെ ഈ മാങ്ങയെപ്പോലെ നമുക്ക് പച്ച ചക്ക മുറിച്ച് കഷ്ണങ്ങളാക്കി ഇതുപോലെ ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മാങ്ങയെപ്പോലെ തന്നെ നമുക്ക് സാധാരണ പച്ച ചക്കയുടെ ഉപയോഗത്തിന് വെള്ളത്തിലിട്ട് ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ മരച്ചീനി, കപ്പ എന്നൊക്കെ അറിയപ്പെടുന്ന കിഴങ്ങും ഇതുപോലെ നമുക്ക് കഷ്ണങ്ങളാക്കി ഫ്രീസറിൽ സൂക്ഷിച്ച് ദിവസത്തിന് ശേഷം അത് എടുത്തു നോക്കിയാൽ സ്പോഞ്ച് പോലെയായിരിക്കും. അതിൽ നിന്ന് ജലാംശം പിഴിഞ്ഞെടുക്കാൻ പറ്റും. ഏതായാലും അതും വെള്ളത്തിലിട്ട് വീണ്ടും പഴയതുപോലെ നമുക്ക് പച്ചക്കപ്പയുടെ എല്ലാ ഉപയോഗത്തിനും പറ്റും. ഇങ്ങനെ വിവിധങ്ങളായ പച്ചക്കറികൾ മറ്റു കിഴങ്ങ് വർഗ്ഗങ്ങളുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നതാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന ഒരു പ്രധാന കാര്യം.